ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്നു. 2000-ലേറെ സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലിൽ. പരിശോധന 6 സോണുകളായി തിരിഞ്ഞു. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരും തെരച്ചിലിൽ. ഇനിയും കണ്ടെത്താനുള്ളത് 130-ലേറെ പേരെ. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് ഇടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. ദുരന്ത മേഖലയിലെ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിലെന്നും റിപ്പോർട്ടിൽ. പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എല്ലാ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്ന പുലിക്കളി സംഘങ്ങൾ. പുലിക്കളി ഉപേക്ഷിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകും. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് കോർപ്പറേഷൻ തീരുമാനമെന്നും ആരോപണം. മുൻമന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. അന്ത്യം താനൂരിലെ വസതിയിൽ. വിട പറഞ്ഞത് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ജനകീയ നേതാവ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സെബി ചെയർപേഴ്സൺ. സ്വഭാവഹത്യ നടത്തണമെന്നുള്ള ആരോപണം ആണ് മാധബി പുരി ബുജ. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനുള്ള പ്രതികാരം. നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഏത് ഏജൻസിക്കും നൽകാൻ തയ്യാറാണെന്നും വിശദീകരണം. JPC അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. മത്സരങ്ങളിൽ അവസാനിച്ച ഇന്ത്യ 6 മെഡലുമായി 71-ാം സ്ഥാനത്ത്. മാർച്ച് പാസ്റ്റിൽ PR ശ്രീജേഷും മനു ബാക്കറും ഇന്ത്യൻ പതാകയേന്തും. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കായിക കോടതി.